ഹേ മച്ചാമാരെ, ഗുഡ് ഈവനിങ്. അങ്ങനെ ഇപ്പോൾ സമയം ഏതാണ്ട് 5 മണി കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ഒരു വിൽപ്പനയ്ക്കുള്ള ഒരു വീട്ടിൻ്റെ മുന്നിലാണ്. ഏതാണ്ട് 5.5 സെൻറ്റിൽ 1550 സ്ക്വയർ ഫീറ്റിൽ തീർത്തിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ മച്ചാന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചുറ്റുമതിലും ഗേറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി പണി തീർത്ത വീടാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് പോയി അകത്തുള്ള വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഗേറ്റ്, പിന്നെ ചെന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു സ്പേസ്. നമുക്ക് ഏതാണ്ട് ഒരു 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കിംഗ് സ്പേസും ഉണ്ട്. പിന്നെ കിണർ ഫ്രണ്ടിലാണ്. കിണറിലെ വെള്ളം ഒരിക്കലും വറ്റത്തില്ല. ഈ വീടിൻ്റെ ഫ്രണ്ട് വാതിലും ഈ ജനലും ചെയ്തിരിക്കുന്നത് പ്ലാവിലാണ്. ബാക്കിയുള്ളതെല്ലാം ആഞ്ഞിലിയിലാണ് തീർത്തിരിക്കുന്നത്. വലിയ തരക്കേടില്ലാത്ത രീതിയിൽ ഒരു സിറ്റ് ഔട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീട്ടിൽ. വീട്ടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഒരു ലിവിങ് ഏരിയ ആണ് ഈ കാണുന്നത്. നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്, പിന്നെ റൂഫിലായിട്ട് ചെയ്തേക്കുന്ന നല്ല സ്ക്വയർ ലൈറ്റ്, പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പർഹോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു ഡൈനിങ് ഏരിയ. അത്യാവശ്യം ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ചെറിയൊരു വാഷ് ബേസിൻ കൗണ്ടറും ഇവിടെ തന്നെ കാണാം. തൊട്ടടുത്തായിട്ട് അടുത്തൊരു റൂം കാണാം. മാസ്റ്റർ റൂം വരുന്നത് 11-12 അളവ് വരുന്നത്. ബാക്കിയെല്ലാ റൂമും 11-11 എല്ലാ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിൻ്റെ അടുക്കളയാണ്. സിംഗിൾ അടുക്കളയാണ് ചെയ്തിരിക്കുന്നത്. കബോർഡ് വർക്കൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്ത ഒരടുക്കളയാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വർക്ക് ഏരിയ വേണമെങ്കിൽ തന്നെ പുറത്തേക്ക് നമുക്ക് പണിയാവുന്ന അത്ര സ്പേസ് നല്ലതുപോലെ ഉണ്ട് കേട്ടോ ഇവിടെ. താഴെ നിന്നും മുകളിലേക്ക് പടികേറി വരുമ്പോഴാണ് ഒരു റൂം. ഈ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലും ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ ഇരിക്കാൻ പാകത്തിന് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. സ്റ്റെയർ കയറി മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ജനലല്ല കൊടുത്തിരിക്കുന്ന ഫർഹോളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മുറ്റം ഇൻ്റർലോക്ക് ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ ചിപ്സ് മെറ്റിലാണ് നിരത്തിയിരിക്കുന്നത്. ഈ കാണുന്ന റോഡ് മെയിൻ റോഡിലേക്ക് ഇറങ്ങാനുള്ളതാണ്. ഈ വരുന്നത് ഈ വീട്ടിനും കൂടി ഉപയോഗിക്കാൻ പാകത്തിനുള്ള റോഡാണ്. അതും കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. ഈ റോഡ് ചെന്നിറങ്ങുന്നത് പാരിപ്പള്ളി മടത്തറ റോഡാണ്. ഈ പ്രോപ്പർട്ടിക്ക് തൊട്ടടുത്തായിട്ട് പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, ഹോസ്പിറ്റല്, സ്കൂള് അങ്ങനെ നിരവധി സ്ഥാപനങ്ങളാണ് ഈ വസ്തുവിന് തൊട്ടടുത്തായിട്ടുള്ളത്. ഇവിടെ നിന്ന് മടത്തറയ്ക്ക് പോകാൻ 4 കിലോമീറ്ററും കടക്കൽ പോകാൻ 9 കിലോമീറ്ററുമാണ്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ വിലയാണ്. ഞങ്ങൾ ഈ പ്രോപ്പർട്ടിക്ക് ഇട്ടേക്കുന്ന വില 47 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വസ്തു വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം അദ്ദേഹം പറഞ്ഞു തരുന്നതായിരിക്കും. അല്ല, നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിലും ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ വരാം. ഈ പ്രോപ്പർട്ടിയുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ പാരിപ്പള്ളി മടത്തറ റൂട്ടിൽ കടക്കൽ നിന്നും 9 കിലോമീറ്റർ, പേഴുമൂട് ജംഗ്ഷനിൽ നിന്നും വളവുവെച്ചേക്കും ഇടയ്ക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് വരിക. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷംന ഷാജി സൈനിങ് ഔട്ട്.